ഞാനിവിടെയാണ് ദീപായസ് പണിക്കർ. എൻ്റെ വീട്ടിലാണ് സഹദേവ മന്ദിരം. ഇവിടെ വേറെ ആരുമില്ല, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. സഹദേവ മന്ദിരം. ഓക്കെ, ഇപ്പം 12 മണി കഴിഞ്ഞ് ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല. ഇവിടെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇത് കേട്ടല്ലോ, വേറെ ആരും ഇവിടെ ഒന്നും ഇല്ല. ഇങ്ങനെ കുറേ കഥ ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം കഥ ഉണ്ടാക്കാൻ പറ്റാത്തപ്പോൾ ഇവരുടെ കുറച്ച് ആൾക്കാർ വന്നിങ്ങനെ കമൻ്റ് ഇടും. അപ്പോൾ ഈ കമൻറ്റിനൊന്നും മറുപടി പറയാനിരിക്കുന്ന ആളല്ല ദീപായസ് പണിക്കർ. ഞാൻ വേറെ ലെവൽ, എനിക്ക് വേറെ പണിയുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ എവിടെയാണെന്നും എല്ലാത്തിനും പ്രൂഫ് ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഇത്, മനസ്സിലായില്ലേ? എല്ലാം ഞാൻ തക്ക സമയത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എവിടെയാണെന്നും എല്ലാം. അപ്പോൾ പിന്നെ അയലത്തുകാർ എൻ്റെ കാര്യം നോക്കണ്ട, ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അയലത്തുകാർ ഈ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാൻ പോകുമ്പോഴാണ്, മറ്റുള്ളവരെക്കുറിച്ച് അനാവശ്യ കഥകൾ ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത്. അതിനകത്ത് ഇതാക്കിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. സ്ക്രൂ ഒന്നും ഇങ്ങോട്ട് വെക്കണ്ട, സ്ക്രൂ ഒക്കെ സ്വന്തമായിട്ട് വെച്ചാൽ മതി, മനസ്സിലായില്ലേ? ഇതിലൊന്നും ഇങ്ങനെ സ്ക്രൂവിൽ വീഴുന്ന ആളല്ല ദീപ. ഇങ്ങനെ കമൻറ്റിന് മറുപടി ഒന്നും പറയുന്ന ആളേ അല്ല. അങ്ങനെയൊക്കെ എന്താ പറയുന്നത്, പോക്കിയാന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. ചുമ്മാതിരുന്ന് പോക്കിയെത്തേ ഉള്ളൂ. ഇതൊക്കെ ഞാനിങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. രോഗം എന്തൊക്കെയാണെന്ന് പിന്നെ മനസ്സിലാക്കി തരാം. മനസ്സിലാവണമല്ലോ നമുക്ക് എന്താണ് നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നും ഒരവനും വരത്തില്ല, മനസ്സിലായില്ലേ? ഇങ്ങനെ കഥകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്. അമ്മയെന്ന് വിളിക്കുന്നതിന് കുറച്ച് പേർക്ക് ഭയങ്കര രോഗങ്ങൾ, ഇതെല്ലാം നമ്മളുടെ കയ്യിലും നല്ല പ്രൂഫായിട്ട് കിടക്കുകയാണ്, മനസ്സിലായില്ലേ? എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, വാട്സപ്പിലും എല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കൊടുക്കേണ്ടടുത്തെല്ലാം കൊടുക്കും. അമ്മയെന്ന് വിളിക്കുമ്പോൾ എന്താണ് രോഗം, ഇതൊക്കെ ഒന്ന് അറിയണ്ടായോ? അപ്പോൾ ഇവിടെ ഡ്രാമ നടത്തുന്ന ഇവിടെ ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഡ്രാമയൊക്കെ. ഇവിടെ ഒന്നും ആരുമില്ല, മനസ്സിലായില്ലേ? ഇവിടെ ഒരു മനുഷ്യനുമില്ല. ഞാനാണ് എൻ്റെ വീട്ടിലുള്ളത്, ഞാനും എൻ്റെ അമ്മയും മാത്രം, അല്ലാതെ ആണുങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഏതോ ഒരു കുരുടൻ ഇങ്ങോട്ട് വരുന്നെന്നും ഇവിടെ ഏതോ ഒരു കുരുടൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നതെന്നും ഒക്കെയുള്ള കള്ളക്കഥകൾ പറയുമ്പം അതൊക്കെ പൊളിച്ച് എഴുതും, മനസ്സിലായില്ലേ? അതിനകത്തുനിന്ന് ഒഫൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ നിനക്കൊക്കെ നീ കമൻറ്റ് ഇടുമ്പം കമൻറ്റ് അതിൽ വന്ന് റിപ്ലൈ തരുമെന്ന് നീ ഒന്നും വിചാരിക്കുകയേ ചെയ്യരുത്. അതൊന്നും ചെയ്യില്ലല്ലോ എൻ്റെ പണി. എനിക്ക് വേറെ പണിയുണ്ട്, മനസ്സിലായില്ലേ? അതൊന്ന് പറയാൻ പറഞ്ഞത്. ഇവിടെ ഒന്നും ഒരാളും ഇല്ല. ഞാൻ എൻ്റെ കണ്ടല്ലോ അമ്മയുടെ കൂടെയാണ്. ഇവിടെ വേറെ ഒരു മനുഷ്യരും ഇല്ല. പിന്നെ ജോബ് ലോസ് ഇൻഷുറൻസും ഒക്കെ അടിക്കണമെന്നുള്ളവരൊക്കെ ഇവിടോട്ട് വരേണ്ട. അവനവൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ വെച്ച് ജോബ് ലോസൊക്കെ ഈ ഇൻഷുറൻസൊക്കെ അടിച്ചാൽ മതി. അല്ലാതെ ഇങ്ങോട്ട് കയറിയത് കണ്ട എല്ലാ ആൾക്കാരോടൊക്കെ പറയുമ്പോൾ അവർക്കെല്ലാം അറിയാം. ലേസറിനെ കുറിച്ചും അറിയാം, ഇൻഫ്രാസോണിക് സൗണ്ടിനെ കുറിച്ചും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ആർക്കൊന്നും അറിയാൻ മേത്തായിട്ടൊന്നുമില്ല. ഇപ്പം മണി 12:09 കൂടെ ആയി, മനസ്സിലായില്ലേ? അപ്പോൾ ആരും ഇല്ലെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ കുറേ കഥകളൊക്കെ ഇവന്മാരുണ്ടാക്കുക, ഒന്നും ശരിയേ അല്ല, മനസ്സിലായോ? ഒരു മനുഷ്യരും ഇല്ല, ഞാനും എൻ്റെ അമ്മയും മാത്രം. അവൻ പോകുമ്പം സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ പോകുമ്പോൾ ഞാൻ വിളിച്ചിരിക്കും, അമ്മയെന്ന് വിളിച്ചിരിക്കും. ആർക്കാണ് രോഗം എന്ന് എനിക്കെന്നറിയണം. അമ്മയെന്ന് വിളിക്കുന്നത് മലയാള സാഹിത്യമൊന്നുമല്ല. അവൻ പറയുന്ന സാഹിത്യം പോലൊരു സാഹിത്യമില്ല. അവനോട് പോയി പറയാനുള്ളതൊക്കെ അവനോട് പറഞ്ഞാൽ മതി.